വെയിറ്റ് ചെയ്യുന്നു. ഇതൊക്കെ ഹദീസിന്റെ കിതാബുകളിലില്ലേ പ്രിയപ്പെട്ടവരെ? അങ്ങനെ സൗകര്യങ്ങളല്ലേ മുത്തുനബി ചെയ്തു കൊടുത്തത്? എന്നിട്ടും പറയുന്നു, അതാ മുജാഹിദിന്റെ പള്ളിയിൽ പെണ്ണു പോകുന്നത് കൊണ്ട് ആ പള്ളി ദലാലത്തിന്റെ പള്ളി തന്നെ. എങ്കിൽ മദീനത്തെ പള്ളിയും അങ്ങനെ, മക്കത്തെ പള്ളിയും അങ്ങനെ, ബൈത്തുൽ മുഖദ്ദസും അങ്ങനെ. ഇനി അടുത്ത പരാതി എന്താണ്? കണ്ടോ, അവര് അതാ മിമ്പറിൽ കയറിക്കൊണ്ട് മാർക്കറ്റ് വിഷയം പറയുന്നു. മുജാഹിദിന്റെ ഖുത്ബ എന്ന് പറഞ്ഞാൽ എന്റെയൊക്കെ ചെറുപ്പത്തിൽ പലരും പറഞ്ഞാൽ എന്താ അറിയോ? അവർ മിമ്പറിൽ കയറി അടക്ക കച്ചവടവും അടക്കന്റെ അന്നത്തെ മാർക്കറ്റ് റേറ്റും കുരുമുളകിന്റെ മാർക്കറ്റ് റേറ്റും ചാലിശ്ശേരി ചന്തയിൽക്ക് അത് കഴിച്ചാലുള്ള ഗുണവും ഇങ്ങനെയൊക്കെയാണ് ഇവരെ ഖുത്ബാനാണ്. അങ്ങനെ നമ്മളൊക്കെ അത് വിശ്വസിച്ചു. പക്ഷേ ഇതൊരിക്കൽ കേട്ടു നോക്കുമ്പോഴല്ലേ, ഇത് ഒരു നാടുമല്ല, ഇത് അടക്കിയല്ല, ഒരു തേങ്ങയല്ല, ഒരു മാങ്ങിയല്ല, ഇത് സ്വർഗത്തിലേക്ക് വേണ്ട കാര്യ പറയുന്നത്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടേണ്ട കാര്യ പറയുന്നത്. അത് ജനത്തിനോട് പറയുമ്പോ ആളുകൾ ഇങ്ങനെ രാഗം കേട്ടിട്ട് ഇങ്ങനെ ഇരുന്ന് ഉറങ്ങിപ്പോയാൽ മതിയോ? അയ്യുഹന്നാസ് എന്ന് വിളിക്കുന്നതിന്റെ അർത്ഥം എന്താ? ഓ ജനങ്ങളെ എന്ന് പറയുന്നതൊക്കെ അവരോട് തിരിയാത്ത കാര്യം. എന്തൊരു കഷ്ടമാണിത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ മിമ്പറിൽ അങ്ങ് കയറിയാൽ എന്തൊരു ആവേശമായിരുന്നു റസൂലുള്ളാഹിക്ക്. എന്താണ് അവിടുത്തെ ഖുത്ബയുടെ ഒരു ഗൗരവം! അതാ ഖുർആൻ ആയത്ത് അങ്ങോട്ട് ഓതും, ചടുലമായ പ്രസംഗം, നല്ല പ്രഭാഷണം, മുഖം ചുവന്നു തുടുക്കും, കണ്ണുകൾ ഇങ്ങനെ ചുവന്നു തുടുക്കും. പറയുന്ന വിഷയത്തിന്റെ ഗൗരവമനുസരിച്ച് അവിടുത്തെ ശബ്ദം ഉയരും, താഴും, താഴേണ്ടിടത്ത് താഴും, ശബ്ദമുയരേണ്ടിടത്ത് ഉയരും. യുദക്കിറുന്നാസ്, ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകും. അതാ കതാക അന്നഹു മുൻദിറു ജയ്ഷ്, ഒരു സേനാ നായകനതാ പട്ടാളത്തിന്റെ നേതാവ് പട്ടാളക്കാരോട് ഒരു ഉപദേശം കൊടുക്കും പോലെ കൃത്യമായ അളന്നു മുറിച്ച ഗഹനമായ അർത്ഥഗാംഭീര്യമുള്ള സംസാരം നേതാവിന്റെ ഖുത്ബയെ പിൻപറ്റിക്കൊണ്ടാണ് മുജാഹിദുകൾ അത് നിർവഹിക്കുന്നത്. പെരിന്തൽമണ്ണയിൽ പോയവർക്ക്, അങ്ങാടിപ്പുറത്ത് പള്ളിയിൽ പോയവർക്ക്, മുജാഹിദുകൾ ഖുത്ബ നിർവഹിക്കുന്ന പള്ളികളിലൊക്കെ പോകുന്നവർക്ക് ഈ കാര്യം പറഞ്ഞു കൊടുക്കേണ്ടതില്ല. ആളുകൾ അതുകൊണ്ട് തന്നെയാണ് ഈ സകല വേലിക്കെട്ടുകളെയും ഭേദിച്ചുകൊണ്ട് എന്താ പള്ളിയിൽ സ്ഥലം തികയാത്തത്? എത്ര ആൾ പറയുന്നുണ്ട് ഖുത്ബയുടെ ഭാഷ മലയാളത്തിലാണെങ്കിൽ അങ്ങനത്തെ പള്ളിയിൽ ജുമഅക്ക് പോകുന്നതിനേക്കാൾ അങ്ങാടിയിൽ തെണ്ടലും സ്വന്തം ഭാര്യയുമായി രമിച്ച് വീട്ടിലിരിക്കലുമാണ് നല്ലതെന്ന് നിങ്ങളുടെ ഹോജമാരാ എഴുതിവിട്ടത്. നിങ്ങൾ മനസ്സിലാക്കണം, ഇതൊക്കെ മുജാഹിദുകൾ പുതിയതായിട്ട് കൊണ്ടുവന്നതാണോ? ഇതാ ഖുത്ബ ഭാഷയും പരിഭാഷയും എന്ന പുസ്തകം. ഈ പുസ്തകത്തിൽ നിങ്ങൾ കേട്ടോ, ഇത് മുജാഹിദുകൾ ഉണ്ടാക്കിയ ഒരു പുതിയ പരിപാടിയൊന്നുമല്ല. ഇത് എവിടെയൊക്കെ തുടങ്ങിയിട്ടുണ്ട് മുമ്പേ, എവിടെയൊക്കെ മുമ്പേ ഉണ്ട്. കേട്ടോളൂ. മമ്പാട് ഏറ്റവും പഴക്കമുള്ള ജുമാഅത്ത് പള്ളിയെ വലിയ പള്ളി എന്നാണ് വിളിക്കുക. മൗലാന പള്ളിപ്പുറം യൂസുഫ് മുസ്ലിയാർ ഉപ്പാപ്പ, ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരുടെ ബാപ്പ ഹസൻ മുസ്ലിയാർ എന്നിങ്ങനെ പ്രഗത്ഭര് ധാരാളം ദർസ് നടത്തിയ ഒരു പള്ളിയിൽ അവർക്ക് ശേഷം പിന്നെ വന്നത് ബഹുവന്യ ശൈഖുന കെ സദഖത്തുള്ള മുസ്ലിയാരും വർഷങ്ങളോളം ദർസ് നടത്തിയിട്ടുണ്ട്. അന്നെല്ലാം മമ്പാട്ടെ ആ പള്ളിയിൽ ഖുത്ബ പരിഭാഷയുണ്ടത്രേ. പഴയ സുന്നി പരിഭാഷ. മീൻചന്ത പ്രമേയം കൊണ്ടും അത് നിന്നിട്ടില്ല. മീൻചന്തയിൽ ഒരു പ്രമേയം പാസാക്കി. എന്താണ് ആ മീൻചന്തയിലെ നാറിയ പ്രമേയം? എന്താണ് ആ മീനാറ്റമുള്ള പ്രമേയം? എന്താണെന്നോ? അതാ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഖുത്ബ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന പള്ളികളിലെ ഖതീബുമാരോട് ആ പരിപാടി നിർത്തിവെക്കാൻ ഈ യോഗം ഈ പ്രമേയത്തിലൂടെ ആവശ്യപ്പെടുന്നു. അങ്ങനെ ഒരു പ്രമേയം പാസാക്കേണ്ട ആവശ്യം വന്നത് മുമ്പിവിടെ നടക്കുന്നതല്ലാത്തത് കൊണ്ടല്ലേ? അപ്പൊ മുസ്ലിം കേരളത്തിന്റെ ചരിത്രം അറിയാവുന്ന ആളുകൾക്കറിയാം, മമ്പാട്ടപ്പള്ളി പറയുന്ന പള്ളി മുജാഹിദിന്റെ പള്ളിയല്ലല്ലോ. പള്ളിപ്പുറം യൂസുഫ് മുസ്ലിയാർ മുജാഹിദല്ലല്ലോ. സദഖത്തുള്ള മുസ്ലിയാർ മുജാഹിദല്ലല്ലോ. അതുപോലെ തന്നെ ഹസൻ മുസ്ലിയാർ മുജാഹിദല്ലല്ലോ. അവരൊക്കെ അന്ന് പരിഭാഷ നടത്തി ഏറ്റവും പഴക്കമുള്ള പള്ളിയിലെന്ന്. അതാ മമ്പാട്ടുകാരൻ ഒരു അനുഭവം അയാളുടെ പുസ്തകത്തിൽ എഴുതുമ്പോ, പ്രിയപ്പെട്ട മുസ്ലിമേ, ഇത് മുജാഹിദുകൾ പുതിയത് കൊണ്ടുവന്നതാണോ? ദീന് പഠിക്കണോ? സർവ്വ മുസ്ലിമീങ്ങളും വന്ന് കച്ചവടക്കാരൻ അവന്റെ കച്ചവടം നിർത്തിവെച്ചുകൊണ്ട്, വിദ്യാർത്ഥി അവന്റെ വിദ്യാഭ്യാസം നിർത്തിവെച്ചുകൊണ്ട്, അധ്യാപകൻ അധ്യാപനം നിർത്തിവെച്ചുകൊണ്ട്, തൊഴിലാളി തൊഴിലവസാനിപ്പിച്ചുകൊണ്ട് അതാ വൃത്തിയായി ശുദ്ധിയായി കുളിച്ചൊരുങ്ങി പള്ളിയിലേക്ക് അത്തറ പൂശിയിട്ടെത്തിയിട്ട് ആ ഖതീബിന്റെ രാഗം കേൾക്കാനല്ലല്ലോ, ദീന് പഠിക്കാനല്ലേ. അതിനവസരം കിട്ടുന്നു ഉമ്മമാർക്കെന്ന നിലക്ക് അവരോടും ഞങ്ങൾ പോകാൻ പറയാറുണ്ട്. അത് ദീന് പഠിക്കാനാണ്, ഫിത്തിനക്ക് വേണ്ടിയല്ല. ഫിത്തിനയുടെ കാര്യങ്ങളിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താനാ. ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ. ഇതൊക്കെ പറയുമ്പോൾ ഒരു കൂട്ടർ പറയും ഇവർക്കാകെ ഇസ്ലാമിനെ പറ്റി പറയാനുള്ളത് കുത്തുബ പരിഭാഷയും കുനൂത്തും, കയ്യെവിടെ കെട്ടണ്ട്, തല എത്ര തടവുണ്ട്, അതുപോലെ പെണ്ണുങ്ങൾ പോണോ പോണ്ടേ, മാല വേണോ, മൗലിദ് വേണോ, നഹ്സുണ്ടോ, ഇതൊക്കെ പറയാനുള്ളൂ. രാജ്യത്തെ മനുഷ്യന്റെ മാനവിക പ്രശ്നങ്ങൾ പറയാൻ ഞങ്ങളല്ലാതെ ആരാന്നാ ചോദിക്കുന്നത്?
അതാരാ നമ്മളെ ജമാഅത്തെ ഇസ്ലാമിക്കാര്. അവർക്കും കുറച്ച് പറയണല്ലോ, മനസ്സിലാക്കണല്ലോ. നമുക്ക് അവരും കൂടെ വേണല്ലോ യഥാർത്ഥമായ മാർഗത്തിലേക്ക്. ഒരു പറയണേ ഞങ്ങൾ ഇസ്ലാമിന്റെ സമ്പൂർണ്ണ വക്താക്കൾ. മുജാഹിദുകൾ ഇതിന്റെ ഒരു ഭാഗിക വക്താക്കൾ. നമ്മൾ ഈ ഇസ്ലാമിന് അങ്ങനെ ഒരു ഭാഗം മാത്രം അങ്ങനെ പിടിച്ചിട്ടുള്ളൂ, ബാക്കിയൊക്കെ പുറത്താ. ബാക്കി മുഴുവനായിട്ടുള്ളത് ആരെടുത്ത? ജമാഅത്തുകാരന്റെ അടുത്ത്, എല്ലാം അവരെടുത്തുള്ള സമ്പൂർണ്ണ ഇസ്ലാമിന്റെ വക്താക്കൾ ജമാഅത്തെ ഇസ്ലാമിക്കാർ എന്നവർ അവകാശപ്പെടുന്നു. ചോദിക്കട്ടെ സഹോദരന്മാരെ, അവരിപ്പോ എന്തായി തീർന്നു? എന്താ അവരായിത്തീർന്നത്? ഒരു മാറുകയാണല്ലോ, മാറ്റത്തിനൊരു വോട്ട് തരണേന്ന് കെഞ്ചി നടക്കുകയാണ് ഇപ്പൊ വീട്ടിൽ. ഞങ്ങൾ മാറാൻ പോകുകയാണ്. എന്താ മാറ്റം? ഞങ്ങൾ ഇതുവരെ സർക്കാർ സ്ഥാപനങ്ങളിൽ കുട്ടികൾ പഠിച്ചാൽ ശിർക്കാന്നാ പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങളുടെ നേതാക്കന്മാരൊക്കെ പണ്ട് ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ നിന്ന് കിട്ടിയ സർട്ടിഫിക്കറ്റ് പരസ്യമായി സ്റ്റേജിൽ വെച്ച് കീറിക്കളഞ്ഞു. കാരണം താഗൂത്തിന്റെ സർട്ടിഫിക്കറ്റാണ്, അല്ലാത്തവരെ സ്ഥാപനല്ലേ, അല്ലാത്തവര് നൽകുന്ന സർട്ടിഫിക്കറ്റാണ്. അത് ശിർക്കാണ്, മുശ്രിക്കിന്റേതാണ്, തൊടാൻ പറ്റൂല, പറ്റില്ല, ഒഴിവാക്കി. അവിടുന്ന് ഞങ്ങളൊന്ന് മാറുകയാണ് ഉമ്മ, ഒരു വോട്ട് മാറ്റത്തിന്. ഞങ്ങളിത് തൗഹീദിലേക്ക് മാറുക. മാറ്റത്തിന് ഒരു വോട്ട് കിട്ടിയ സ്ഥാനാർത്ഥികളും ഉണ്ട്. മാറ്റത്തിന് ഒരു വോട്ട് കുറയാതെ ഒന്നെ കിട്ടി. അങ്ങനെ കിട്ടിയ സ്ഥാനാർത്ഥികളുണ്ട്. ഇവര് ഭരിക്കാൻ പോവുകയാണ്. ഇനി ഹുക്കൂമത്തെ ഇലാഹി കൊണ്ടുവരാൻ പോവുകയാണ്. അങ്ങനെ കൊണ്ടുവന്നു. അവസാനം ഇങ്ങനെ എല്ലാത്തിലും വോട്ട് ചെയ്യൽ ശിർക്ക്. ഇപ്പൊ ശിർക്കില്ലെന്ന് ഞങ്ങൾ മാറുകയാണ്. മാറ്റത്തിന് ഒരു വോട്ട് തരണേ. കലാലയങ്ങൾ കൊലാലയങ്ങൾ അല്ല, ഇപ്പൊ സമാധാന കേന്ദ്രങ്ങളാണ്. ഒരു വോട്ട് തരണേ. ഞങ്ങൾ എല്ലാത്തിനും മുന്നിലുണ്ട്. ജനാധിപത്യം, അല്ലോ കടുത്ത ശിർക്ക്. ജനാധിപത്യമോ? അത് പാടില്ല, ഒരിക്കലും പാടില്ല. അത് ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എന്താ? അതിപ്പോ ലാത്ത പോയി മനാത്ത വരിക, അത് കാര്യമല്ല. ഒക്കെ ശിർക്കന്നെ, ഷിർക്ക് കുഫർ. ഒന്നും പാടില്ല എന്ന് പറഞ്ഞ മൗദൂദി സാഹിബിന്റെ അനുയായികൾ രാജ്യമൊട്ടാകെ ഇപ്പൊ പറയാണ്, ജനാധിപത്യമൊക്കെ വലിയ സംഗതിയാണ്, ഞങ്ങൾ മാറാൻ പോവുകയാണ്, തരണേ മാറ്റത്തിനൊരു വോട്ട്. അങ്ങനെ ജനങ്ങളെ സമീപിച്ചപ്പോ അവര് പറഞ്ഞു, അപ്പൊ അവർക്കിടയിൽ തർക്ക. നോക്കുമ്പോ ഒരോട്ടന്നെ കിട്ടുന്നത്, മാറ്റത്തിന് ഓരോട്ടന്നെ കിട്ടുന്നത്. നമ്മൾ രാഷ്ട്രീയം പറയല്ല. നിങ്ങൾ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്തിനാ അതിലേക്ക് വലിച്ചഴിച്ചത്? അതാ നമ്മുടെ വിഷയം. നിങ്ങൾ ഏത് പേരിൽ ഏത് ചിഹ്നത്തിൽ മത്സരിച്ചോ, അത് നിങ്ങളുടെ വഴി. പക്ഷെ നിങ്ങൾ ഇസ്ലാമിന്റെ പേരിൽ ഇത് വേണ്ട. അവിടെ മുജാഹിദുകൾക്കുള്ള പരാതി, ഇസ്ലാമിന്റെ പേരിൽ വേണ്ട, നിങ്ങൾ വേറെ മാറിപ്പോ. നിങ്ങൾ ഇസ്ലാമിന്റെ പേരിൽ പ്രവർത്തിക്കണ്ട. നിങ്ങൾ ഏത് ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചോളൂ, പക്ഷെ ഇസ്ലാമിന്റെ പേര് പറയണ്ട. നിങ്ങൾ ഇതൊക്കെ ഒരു കാലത്ത് ശിർക്കാക്കി. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്ന മുസ്ലിമിന് ഇന്ദിരാഗാന്ധിയുടെ സർക്കാരിനെ ജയിപ്പിക്കാൻ വോട്ട് ചെയ്തുകൂടാ. ഏത് ഗവൺമെന്റിലേക്കും മത്സരിച്ചുകൂടാ, നിയമസഭയിലേക്ക് മത്സരിച്ചുകൂടാ, പഞ്ചായത്തിലേക്ക് മത്സരിച്ചുകൂടാ. ഇവിടത്തെ നിയമങ്ങളൊക്കെ അല്ലാഹു അല്ലാത്തവൻ എഴുതി ഉണ്ടാക്കിയ നിയമങ്ങളാണ്. ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്, വിധിക്കാൻ അധികാരം അല്ലാഹുവിനാണ്. അല്ലാഹനെ മാത്രമേ അനുസരിക്കാൻ പാടുള്ളൂ. ഗവൺമെന്റിനെ അനുസരിച്ചു പോയാൽ ശിർക്കാണെന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ പൊതു മുസ്ലിം സമൂഹത്തെ മുഴുവനും വോട്ട് ചെയ്ത മുശ്രിക്കുകളാക്കി മാറ്റിയിട്ട് കേരളത്തിൽ കലാപമുണ്ടാക്കിയ ജമാഅത്ത് സഹോദരന്മാരെ, നിങ്ങളാണിപ്പോ വീട് തോറും പെണ്ണുങ്ങളെയും എല്ലാവരെയും രംഗത്തിറക്കിയിട്ട് ഊരി തണ്ടിയിട്ട് തരൂ മാറ്റത്തിനൊരോട്ടെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നു. ഈ മാറ്റത്തിന്റെ പിന്നിലെ കളിയാണ് ഞങ്ങൾക്കറിയേണ്ടത്. എന്തേ നിങ്ങൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു കാലത്ത് വിരുദ്ധമായത്? ഇപ്പോഴെന്തേ ഇത് ശിർക്കിന്റെ ഒരവസ്ഥയിൽ നിന്ന് മാറിയിട്ട് ശുദ്ധമായ തൗഹീദിലേക്ക് നിങ്ങൾക്ക് മാറുവാൻ ഏത് വഹ്യാ നിങ്ങൾക്ക് കിട്ടിയത്? അതാണ് ഞങ്ങളുടെ വിമർശനത്തിന്റെ കാമ്പ്. അതല്ലാതെ നിങ്ങൾ സ്ഥാനാർത്ഥിയാകുന്നതോ വോട്ട് ചോദിക്കുന്നതോ ഞങ്ങൾക്ക് പരാതിയില്ല. എവിടെ വേണമെങ്കിൽ നിന്നോ ഞങ്ങൾക്ക് പ്രശ്നമില്ല. പക്ഷേ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പേരിൽ കരണം അറിഞ്ഞവരാണ്, അത് സമ്മതിക്കൂല. ആ ആദർശപരമായ വശമാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. ഇപ്പോ ഒരു നേതാവ് AR പറയുന്നു. AR പറയാണ്, എന്താ മൂപ്പര് പറയുന്നത്? AR പറയുന്നത്, ജമാഅത്തെ ഇസ്ലാമിയോ ആ സംഘടന മുൻകഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ എന്ന പോലെ ഈ തെരഞ്ഞെടുപ്പിലും മത്സരിച്ചില്ല. ഇപ്പൊ ഏതാണ് മനസ്സിലാക്കണം. ജമാഅത്തെ ഇസ്ലാമിയോ ആ സംഘടന മുൻകഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ എന്ന പോലെ ഈ തെരഞ്ഞെടുപ്പിലും മത്സരിച്ചില്ല. തങ്ങളൊരു രാഷ്ട്രീയ പാർട്ടിയാവാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഞങ്ങളൊരു രാഷ്ട്രീയ പാർട്ടിയാകാൻ ഉദ്ദേശമല്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ആരാ പറയുന്നത്? AR. എന്നാൽ പാർട്ടിയുടെ അമീർ പറയട്ടെ, അതേ പത്രത്തിൽ തന്നെ പാർട്ടിയുടെ അമീർ എന്താണ് എഴുതുന്നത്? ഹെഡിങ് വായിക്കട്ടെ.
ജമാഅത്തെ ഇസ്ലാമി രാഷ്ട്രീയ പ്രസ്ഥാനമായി അംഗീകരിക്കപ്പെട്ടു. ടി ആരിഫ് അലി. ഒരാൾ പറയണേ ഞങ്ങൾ ഇറങ്ങിയേ, ഞങ്ങൾ മത്സരിക്കേ, ഞങ്ങൾ അങ്ങനെ രാഷ്ട്രീയ പാർട്ടി ആവാൻ ആഗ്രഹിക്കേ. ഇല്ലേ ഇല്ല. 10 കൊല്ലം മുമ്പ് എഴുതിയ മാധ്യമല്ല, 2 ദിവസം മുമ്പ് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് മറ്റേ ചങ്ങാതി എഴുതണത് ജമാഅത്തെ ഇസ്ലാമി രാഷ്ട്രീയ പ്രസ്ഥാനമായി അംഗീകരിക്കപ്പെട്ടു. കേട്ടോളൂ, ജമാഅത്തെ ഇസ്ലാമിയെ കേവലം മതസംഘടനയായും സാംസ്കാരിക കൂട്ടായ്മയായും കണ്ടിരുന്ന കേരളീയ സമൂഹത്തിൽ രാഷ്ട്രീയ പ്രസ്ഥാനമായി അംഗീകരിക്കപ്പെട്ടു എന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് ശേഷമുണ്ടായ ഏറ്റവും വലിയ നേട്ടമാണെന്ന് ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ ടി ആരിഫ് അലി അഭിപ്രായപ്പെട്ടു. ഏതാ വിശ്വസിക്കേണ്ടത്? രണ്ടും ഇങ്ങളെ തൗറാത്താ, രണ്ടും ഇങ്ങളാ പറഞ്ഞത്. എന്നിട്ട് രാഷ്ട്രീയത്തിൽ ഞങ്ങൾ എന്താ ഇറങ്ങാത്തത്? പണ്ടെന്താ കാരണം പറഞ്ഞത്? ലീഗുകാരാ, രാഷ്ട്രീയ കുളിമുറിയിൽ നിങ്ങൾ നഗ്നരാണ്. ലീഗിനെ പിന്തുണക്കുന്ന മുജാഹിദേ, കോൺഗ്രസിനെ പിന്തുണക്കുന്ന മുജാഹിദേ, അങ്ങനെ മുജാഹിദുകളുടെ നേർക്കും മറ്റുള്ള എല്ലാ മതസംഘടനകളുടെ നേരെയും ചൂണ്ടിക്കൊണ്ട് ഇവര് പറഞ്ഞു, രാഷ്ട്രീയത്തിലേക്ക് ഞങ്ങൾ ഇറങ്ങാത്തത് അതാ രാഷ്ട്രീയം ചെളിക്കുണ്ടാണ്, അത് അഴിമതിയാണ്, അത് ഫിത്തനയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ സമഗ്ര ഇസ്ലാമിന്റെ വക്താക്കളായ ആളുകളതാ തമിഴ്നാട്ടിലെ ആളുകളെ പോലും നാണിപ്പിക്കുന്ന നിലക്ക് ഇക്കുറി വോട്ട് തേടിയതെന്ത് ഇങ്ങനെയാണ്? സിനിമാ നടന്മാരെ രംഗത്ത് കൊണ്ടുവന്നിട്ടാണ്. അവര് വിചാരിച്ചത് തമിഴ്നാടാണ്. സിനിമാ താരങ്ങളെ ഇറക്കിയാലേ, ആരുടെ സിനിമാ താരം? ജമാഅത്തെ ഇസ്ലാമിക്ക് ചില സിനിമ ഉണ്ടല്ലോ, ജമാഅത്തെ ഇസ്ലാമിക്ക് ചില സിനിമ ഉണ്ട്. ആ സിനിമയിൽ എന്താ? അത് പിന്നെ അവിടെ ഞങ്ങൾക്ക് ഇസ്ലാമൊന്നും ബാധകല്ല. പെണ്ണവിടെ ആടും, പെണ്ണന്യന്റെ കൂടെ ബെഡിലിരുന്ന് സംസാരിക്കും, പെണ്ണന്യന്റെ കൂടെ കിടക്കും, ഭാര്യയായിട്ട് അഭിനയിക്കാം, പിന്നെ സ്വന്തം ഭാര്യയില്ലല്ലോ, ഭർത്താവായിട്ട് അഭിനയിക്കണ്ടേ, അങ്ങനെ പാടണ്ടേ, ആടണ്ടേ, സംഗീതത്തിന്റെ മെമ്പൊടി വേണ്ടേ, അങ്ങനെ ഞങ്ങളുടെ സിനിമ എന്ന് പറഞ്ഞാൽ അതാ 100% ഇസ്ലാമികമായ ഹോം സിനിമയാണ് എന്നും പറഞ്ഞുകൊണ്ട് രംഗത്തിറങ്ങി ചില ആളുകളെ. അവർക്ക് ചില നാമങ്ങളുണ്ട്, ഘടക എന്നൊക്കെ കൊടുത്തു. അവരൊക്കെ ഇറക്കിയാ പിന്നെ മുസ്ലിം കൈരളിയുടെ വോട്ട് പിന്നെ ഡഗഡഗക്ക് തന്നെ എന്ന് വിചാരിച്ചുകൊണ്ടതാ കൊടിയത്തൂരിൽ ഇറക്കി. ജനഹൃദയങ്ങൾ കീഴടക്കി ചേക്കൂ. എന്താ പറയുന്നത് കേട്ടോളൂ. ഹോം സിനിമകളും നാടകങ്ങളും അവതരിപ്പിക്കുന്ന കാരണത്താൽ തന്നെ ജനഹൃദയങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന താരപ്രതിഭയാണ്. 13ാം വാർഡിൽ ജനവിധി തേടുമ്പോൾ തന്റെ കഥാപാത്രങ്ങളെയല്ല തന്നെ ജനങ്ങൾക്ക് സമർപ്പിച്ചുകൊണ്ടാണ്, തന്നെ അങ്ങോട്ട് സമർപ്പിക്കേണ്. ഓ ജനങ്ങളെ, നിങ്ങൾക്കായി എന്നെ തന്നെ സമർപ്പിക്കുന്നു. ഇവരാ മുമ്പ് ചോദിച്ചത്, ഓ മുജാഹിദേ, നീ പള്ളിയിൽ നിസ്കരിക്കുമ്പോ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നും പറഞ്ഞിട്ട് പുറത്തിറങ്ങിയാൽ മുസ്ലിം ലീഗ് സിന്ദാബാദ് വിളിക്കുന്നില്ലേ, മറ്റുള്ളവർക്ക് സിന്ദാബാദ് വിളിക്കുന്നില്ലേ എന്ന് പറഞ്ഞവൻ ഇപ്പൊ പറയുന്നു, ഇതാ ഞാൻ നിങ്ങളെ മുഴുവൻ എന്നെ തന്നെ നിങ്ങൾക്ക് വാർഡിന്റെ പ്രാതിനിധ്യം എടുക്കാൻ പോകുന്നു. ജനങ്ങളെ ഇത്രയേറെ സ്വാധീനിക്കാൻ എന്തൊരു മാസ്മരിക സിദ്ധിയാണ് സിദ്ദീഖിനുള്ളതെന്ന് എതിരാളികൾ പോലും അതിശയിക്കുന്നു. അവസാനം അവരുടെ ഒരു പൂതി കൂടി കേട്ടോളൂ. വൻ ഭൂരിപക്ഷത്തോടെ സിദ്ദീഖിനെ വിജയിപ്പിക്കുമെന്ന് പ്രവർത്തകര് മാത്രമല്ല, വാർഡിന്റെ വികസനം കൊതിക്കുന്ന സാധാരണക്കാരും ഉറപ്പിച്ചു പറയുന്നു. ഉറപ്പിച്ചതെന്താണെന്ന് കേരളം കണ്ടു കഴിഞ്ഞു. മനസ്സിലായില്ലേ? ഇവരൊന്ന് ഇറങ്ങി നോക്കിയതാ എന്തിന്? ഹുകുമത്തയിലായി നടപ്പിലാക്കാനേ. എല്ലാ രംഗത്തും ഇപ്പൊ ഇസ്ലാമിന്റെ സമ്പൂർണ്ണ നിയമമാണ്. പെണ്ണുങ്ങളൊക്കെ തെരുവിലിറക്കി അവരുടെ എല്ലാ സംവിധാനം, കുടുംബ സദസ്സുകളുടെ പ്രിയ നായകൻ വോട്ടർമാർക്കിടയിൽ മറ്റേ തലൈവർ മറ്റേ തലൈവി എന്നൊക്കെ പറയും പോലെ സിനിമാ താരങ്ങളെ ഇറക്കി നോക്കുക. ഈ രാഷ്ട്രീയ കുളിമുറിയിലേക്ക് തുണി ഉരിഞ്ഞിട്ടല്ലേ എല്ലാം ഉരിഞ്ഞ് അവസാനം എല്ലാ വൃത്തികേടിലേക്കും ഇറങ്ങി തിരിച്ചിരിക്കുക. കുഴപ്പമില്ല, നിങ്ങൾ ഇനിയും ഇറങ്ങിക്കോ, നന്നായി ഇറങ്ങിക്കോ, പക്ഷെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുണ്ടിപ്പോ. അതാ ഞങ്ങളെ വിഷയം. നിങ്ങൾ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടല്ലേ ഇതിന്റെയൊക്കെ പിന്നാലെ ജനാധിപത്യം, അത് ശിർക്ക്, വോട്ടിംഗ് ശിർക്ക്, തെരഞ്ഞെടുപ്പ് ശിർക്ക്, എല്ലാം ശിർക്ക്, കൊലാലയം. ജനാധിപത്യം വന്നിട്ട് കാര്യമില്ല, ലാത്ത പോയി മനാത്ത വരലാണ്, ഇവിടെയുള്ള നിയമങ്ങളൊന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. മാത്രല്ല നിങ്ങൾ